ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ഭരണി നക്ഷത്രത്തിൻ്റെ 2026 ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലേക്കുള്ള ദോഷ ഫലങ്ങളാണ്. ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് പൊതുവായ ഫലമാണ് ഭരണി നക്ഷത്രക്കാരുടെ. നിങ്ങൾക്ക് ഏവർക്കും വ്യക്തിഗതാഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശിചിന്തനം നടത്തി മുന്നോട്ട് പോവുക. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ ഭരണി നക്ഷത്രക്കാർക്ക് കാലം സമ്മിശ്രമായിട്ടാണ് കാണുന്നത്. 2026 ആണ്ട് ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു. അതിലെടുത്ത് പറയണത്, നിങ്ങൾ പണം അനാവശ്യ കാര്യങ്ങൾക്കായിട്ട് ദൂർത്തടിക്കുന്നൊരു സ്വഭാവം നിങ്ങൾക്ക് വളർന്നു വരുന്ന വർഷമാണ് ഈ 2025 ആണ്ട്. ഇപ്പോൾ ജനുവരി ഫെബ്രുവരി മാസത്തിൻ്റെ തുടക്കം കണ്ടു തുടങ്ങും. നിങ്ങൾ ധാരാളം പുണ്യസ്ഥലങ്ങളൊക്കെ ദർശിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ഭാര്യയുമായിട്ട് ഏറെ സമയം ഈ ഭരണി നക്ഷത്രക്കാർ ചിലവഴിക്കും. അല്ലെങ്കിൽ ഭരണി നക്ഷത്രക്കാരായ സ്ത്രീകൾ ഭർത്താവുമായിട്ട് അധിക സമയം ചിലവഴിക്കുന്ന സമയം കൂടിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ശ്രേഷ്ഠകരമായൊരു ജീവിതം ഉണ്ടാകുന്നതിന് വേണ്ടി അക്ഷീണം പരിശ്രമിക്കേണ്ടതായിട്ടൊക്കെ വരുന്ന ഒരു അവസ്ഥയുള്ള സമയമാണ്. എന്നാൽ ആപത്ഘട്ടങ്ങളൊക്കെ ഈശ്വരാനുഗ്രഹത്താൽ രക്ഷ നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് പൂർവിക ധനം സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങളൊക്കെ ദീർഘനാളായിട്ടുണ്ടായിരുന്ന വ്യവഹാരങ്ങളോ തർക്കങ്ങളോ ഒക്കെ മാറിക്കിട്ടുന്ന സമയമാണ്. ഇതിലെടുത്ത് പറയേണ്ട അലസത, മടി എന്നിവ കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന സമയമാണ് ഈ ജനുവരി ഫെബ്രുവരി മാസം. പൊതുപ്രവർത്തനങ്ങളിലൊക്കെ കൂടുതൽ താല്പര്യം വർദ്ധിക്കും. രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിക്കുന്ന സമയമാണ്. നിങ്ങൾ ധാരാളം ദീർഘയാത്ര ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നതാണ് ഈ സമയങ്ങളിൽ, ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൽ. അതുപോലെ തന്നെ അയൽക്കാരുമായിട്ട് അകന്നു കഴിയാനുള്ള അല്ലെങ്കിൽ ഒരു അകൽച്ച ഉണ്ടാകാനുള്ള മാനസികമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള അകൽച്ച ഉണ്ടാകാനുള്ള ഇട കാണുന്നു. വ്യക്തിബന്ധങ്ങളിലൊക്കെ സുഹൃത്ത് ബന്ധങ്ങളിലൊക്കെ വിള്ളലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങൾക്ക് സഹോദര ഗുണം കൂടുതലായിട്ട് കിട്ടുന്ന സമയമാണ്. സഹോദരങ്ങളുടെ കയ്യിൽ നിന്നും ധാരാളം സഹായങ്ങൾ ലഭിക്കും. ഇതിലെടുത്ത് പറയേണ്ട അഗ്നിഭയമുള്ള സമയമാണ്. നിങ്ങൾക്ക് പൊള്ളലേൽക്കാൻ സാധ്യതയുള്ള സമയമാണ്. പൊള്ളലേൽക്കുക എന്ന് വെച്ചാൽ, അഗ്നി എന്ന് വെച്ചാൽ ഊർജ്ജമാണ്. ഊർജ്ജവുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരൊക്കെ കരുതിയിരിക്കുക. ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ, എൻജിനീയറിംഗ് വർക്ക്സ് ആയിക്കോട്ടെ, മറ്റ് രീതിയിലുള്ള അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട് കുക്കിംഗ് ജോലികൾ ചെയ്യുക. വീട്ടമ്മമാരൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അതിനു വേണ്ടിയുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ്, കുറച്ച് തണുത്ത വെള്ളമോ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള കാര്യങ്ങളോ ഒക്കെ എടുത്ത് മുന്നിൽ വെച്ചുകൊണ്ട് മാത്രം അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുക. ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ടവരാണെങ്കിൽ സേഫ്റ്റി പ്രിക്കോഷൻസ് തീർച്ചയായിട്ടും എടുക്കണം. ഊർജ്ജവുമായിട്ട് ബന്ധപ്പെട്ട് പൊള്ളലേൽക്കാനുള്ള സാധ്യത കാണുന്നു. സന്താനങ്ങളിൽ നിന്നും പ്രശസ്തിയും ആദരവും ഉണ്ടാകുന്ന സമയമാണ്. സന്താനങ്ങൾക്ക് ധാരാളം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഏറ്റെടുത്ത തീരുമാനങ്ങളിലൊക്കെ നിങ്ങൾ ഔചിത്യം കാണിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വാക്ക് പാലിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമൂഹത്തിലൊരു നിലയും വിലയൊക്കെ ഉണ്ടാവും. വസ്തു സംബന്ധമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വസ്തു ചിലരൊക്കെ വാങ്ങാനോ ചിലരൊക്കെ കൊടുക്കാനോ ഒക്കെയുള്ള സാധ്യത കാണുന്നു. ഭരണി നക്ഷത്രക്കാർ ദാമ്പത്യ ജീവിതം സന്തോഷകരമാക്കാൻ വേണ്ടി നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരുന്നൊരവസ്ഥ ഈ സമയത്ത് ഉണ്ടാവും. നിങ്ങൾക്ക് വ്യവഹാരങ്ങളൊക്കെ തീർച്ചയായിട്ടും വിജയമുണ്ടാവുന്ന സമയമാണ്. എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവസാനം വിധി നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. അതുപോലെ തന്നെ ആരോഗ്യമൊക്കെ നിങ്ങളെ തൃപ്തികരമായിട്ട് കാണും. എങ്കിലും ഉദരസംബന്ധമായിട്ടുള്ള അനാരോഗ്യം നിങ്ങളെ അലട്ടുന്നതാണ്. ഉദരസംബന്ധമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക. കഴിയുന്ന ഹോംലി ഫുഡ് കഴിക്കുക. നോൺ വെജ് തീർത്തും ഒഴിവാക്കുക. വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി ശ്രമം നിങ്ങൾ നടത്തുന്നതാണ്. വ്യാപാരികൾക്ക് ചില നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഉദ്യോഗസ്ഥർക്കൊക്കെ ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ കഠിനമായിട്ട് അധ്വാനിക്കേണ്ടതായിട്ടൊക്കെ വരും. കഠിനാധ്വാനം കൂടി വരുന്ന സമയമാണ്. എന്നാലും നിങ്ങൾ പിന്തിരിയത്തില്ല, അതിനുവേണ്ടി ക്ഷീണം പരിശ്രമിക്കുന്നതാണ്. ബന്ധുമിത്രാദികളെയൊക്കെ സഹായിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നതാണ്. അതുപോലെ തന്നെ ലളിതമായ ജീവിത ശൈലിയിലേക്ക് നിങ്ങൾ മാറും. ആഡംബരമൊക്കെ ഈ ഫെബ്രുവരി അവസാനമൊക്കെ ആകുമ്പോൾ നിങ്ങൾ ലാളിത്യത്തിലേക്ക് മാറുന്നതാണ്. ദൂർത്തൊക്കെ ഒരുവിധം കുറയ്ക്കാൻ ശ്രമിക്കുന്നതാണ്. സ്വയമേ തോന്നിയിട്ട് നിങ്ങൾ നിർത്തുന്നതാണ്. അതുപോലെ കാര്യങ്ങൾ ലാളിത്യ ജീവിതത്തിലേക്ക്, ലളിതമായ ജീവിതത്തിലേക്ക് നിങ്ങൾ മാറാൻ ശ്രമിക്കുന്നതാണ്. കുറച്ചൊക്കെ അത് സാധിക്കുകയും ചെയ്യും. പൂർണ്ണമായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. എക്സ്പെൻസുകൾ കൂടിക്കൂടി വരും. നിങ്ങൾ വാഹനം ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് ടൂ വീലറൊക്കെ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ചെറിയ പരിക്കുകൾ പറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അസമയത്തുള്ള വാഹന ഉപയോഗം കഴിയാവുന്നത് ഒഴിവാക്കുക. നിങ്ങൾ കഴിയാവുന്നതും വെള്ളിയാഴ്ചകളിൽ ഭദ്രകാളി ദേവീക്ഷേത്രം ദർശിക്കുക. അതല്ലെങ്കിൽ ചൊവ്വാഴ്ച
ഭദ്രകാളി ദേവീ ക്ഷേത്രം സേവിക്കുക, ദേവിയെ ഭജിക്കുക. നിങ്ങൾ വെള്ളിയാഴ്ചകളിലൊക്കെ ലളിതാ സഹസ്രനാമം ഉരുവിടുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വിഘ്നേശ്വര പ്രീതിയും നേടിയെടുത്തു കഴിഞ്ഞാൽ വെള്ളിയാഴ്ചകളിൽ വിഘ്നേശ്വര ഭഗവാന്റെ ക്ഷേത്ര ദർശനവും തിങ്കളാഴ്ചയൊക്കെ നടത്തി വിഘ്നേശ്വര പ്രീതിയും നേടിയെടുത്തു കഴിഞ്ഞാൽ സർവ്വകാര്യ വിജയം നിങ്ങൾക്കുണ്ടാകും. അതുപോലെ തന്നെ ആപത്തുകളൊക്കെ ഒഴിഞ്ഞു പോകും. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.